ഹായ് മക്കളെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എൻട്രൻസ് എക്സാമുകൾ നോക്കിയാലോ. നമ്മുടെ മാർച്ചിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് എക്സാമുകളുണ്ട്. +2 സയൻസ് എടുത്ത കുട്ടികൾക്കാണ് ഈ പറഞ്ഞ എൻട്രൻസ് എക്സാമുകളെല്ലാം തന്നെ പ്രിഫറബിൾ ആയിട്ട് എഴുതുക. അപ്പോൾ അതേടാ നോക്കിക്കോ. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നതാണ് CUET എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും വരുന്നതാണ്, സയൻസും കൊമേഴ്സ് എടുത്ത കുട്ടികൾക്കും എല്ലാവർക്കും. കാരണം ഇതിൽ അഡ്മിഷൻ വരുന്നത് നമ്മുടെ UG പ്രോഗ്രാമുകളാണ്. BSc BA പ്രോഗ്രാമുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുള്ള അവിടെയുള്ള കോളേജ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയാണ് ഈ ഒരു കോഴ്സസ്, ഈ ഒരു എൻട്രൻസ് എക്സാം നമ്മൾ എഴുതുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതിൻ്റെ ഡെഡ് ലൈൻ വരുന്നത് 23rd March ആണ്. അതായത് 23rd മാർച്ചിനുള്ളിൽ തന്നെ ഇതിന് അപ്ലൈ ചെയ്യണം. ആൻഡ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ടെൻറ്റേറ്റീവ് ആണ്, അതായത് മാറ്റങ്ങൾ വരാം. ബട്ട് സ്റ്റിൽ 8th May to 1st June വരെയുള്ള ദിവസങ്ങളിലായിരിക്കാം നമ്മുടെ ഈ ഒരു എക്സാം വരുന്നത്. അതായത് നിങ്ങളുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈം കൂടി, ബോർഡ് എക്സാമുകൾ കഴിഞ്ഞിട്ട് ടൈമുണ്ട്, അതിനുള്ളിൽ തന്നെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്. അപ്പോൾ എന്തായാലും നോക്കാം. നോർമൽ UG പ്രോഗ്രാമുകൾക്ക്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്കായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു എൻട്രൻസ് എക്സാം കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിയേക്കാം. അടുത്ത എൻട്രൻസ് എക്സാമാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IAT എന്ന് പറയും. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT പോലെ തന്നെ സയൻസിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഐസസ് എന്ന് പറയുന്നത്. അറൗണ്ട് 7 ഐസസുകളാണ് വരുന്നത്. ഐസറുകളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറയുന്നത്, അവിടെ നമുക്ക് BSMS പ്രോഗ്രാം, ഡ്യുവൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ 4 വർഷത്തെ BS പ്രോഗ്രാമുകൾക്കുമായിട്ടും അപ്ലൈ ചെയ്യാം. അതിനും ഈ ഒരു എൻട്രൻസ് എക്സാമാണ് എടുക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് March 10th. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് April 15th. എക്സാം ഡേറ്റ് വരുന്നത് May 25th. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഈ ഒരു അഡ്മിഷനിലും നോക്കാം. ഇതിൽ തന്നെ പുതിയതായിട്ട് ആഡപ്പ് ചെയ്ത് വന്നിരിക്കുന്ന 4-year BS പ്രോഗ്രാമിൽ IIT മദ്രാസിലെയും BS പ്രോഗ്രാമിന് ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് അഡ്മിഷനുകൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും എന്തായാലും നോക്കാം. ഇൻട്രസ്റ്റഡ് ആണ്, സയൻസിൽ ഡിഗ്രികൾ എടുക്കണം, അല്ലെങ്കിൽ സയൻസ് മേഖലയിൽ തന്നെ നാച്ചുറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് ഡ്യുവൽ MSc കംപ്ലീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഐസറിൻ്റെ ഈ ഒരു BSMS ഡ്യുവൽ ഡിഗ്രി. അതിൻ്റെ എൻട്രൻസ് എക്സാമാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വരുന്നതാണ് വേറൊരു എക്സാം, നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഭുവനേശ്വറിൽ, ഇന്ത്യയിലെ തന്നെ ഭുവനേശ്വറിൽ നൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നൈസർ പോലെ തന്നെ വേറൊരെണ്ണമുള്ളതാണ് UMDAE CEBS എന്ന് പറയുന്നത്, ബോംബെയിലുള്ളതാണ്. അപ്പോൾ ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് MSc, ഇൻ്റഗ്രേറ്റഡ് MSc, സെയിം 5 years കൊണ്ട് BScയും MScയും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സുകൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് MSc PhD പ്രോഗ്രാമുകൾക്കൊക്കെ ആയിട്ട് നമുക്ക് സയൻസ് മേഖല, സെയിം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി, ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് MScക്ക് ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് May 17th, ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് May 9th. എക്സാം ഡേറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, June 22nd. അപ്പോൾ വിട്ടുപോകരുത്, എന്തായാലും നോക്കാം. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ നൈസറിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം ഫെല്ലോഷിപ്പുകൾ കിട്ടും. ലൈക്ക് ഒരു 8,000 to 10,000 rupees ആ ഒരു ഫെല്ലോഷിപ്പുകൾ എവ്രി മന്ത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുന്നതാണ്. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കോളർഷിപ്പ് എമൗണ്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നോക്കാം. ഐസറും നെസ്റ്റും എന്ന് പറയുന്ന 2 സയൻസ് കോഴ്സസിൽ, ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് സബ്ജക്റ്റുകളിൽ MSc ചെയ്യാൻ MScക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വരുന്നതാണ് നിയർ ടു ദാറ്റ് കുസാറ്റ് എന്ന് പറയുന്നത്, ഫയർലി ഈസി ആയിട്ടുള്ള കുസാറ്റ് CAT എക്സാം എന്ന് പറയുന്നത് കേട്ടോ. അത് ഡിഫറെൻറ്റ് UG പ്രോഗ്രാമുകൾ, കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ എറണാകുളത്തുള്ളതാണ്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതിയാൽ മാത്രമാണ് അവിടെയുള്ള BTech പ്രോഗ്രാമുകളിലോട്ടും ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളിലും വേറെ UG പ്രോഗ്രാമുകളിലോട്ടും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റാം. അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് May 10th, 11th and 12th. ആൻഡ് ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് February 6th. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ March 23rd. ഫസ്റ്റ് March 10th ആയിരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്ത് March 23rd വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യുക. വളരെ ഫെയർലി ഈസി ആയിരിക്കുള്ളൂ കമ്പാരിറ്റീവ്ലി. ആൻഡ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. അപ്പോൾ പഠിക്കാൻ പറ്റുമെങ്കിൽ അതെന്തായാലും നോക്കാം. ഓക്കെ, BTech പ്രോഗ്രാമുകളിലോട്ടായാലും BSc പ്രോഗ്രാമുകളിലോട്ടായാലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റുകൾ അടുത്തിരിക്കുകയാണ്. അപ്പോൾ March 23rd വരെയുണ്ട്, എന്തായാലും നോക്കാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വരുന്നതാണ് ആർക്കിടെക്ചറിൽ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എഴുതുന്നതാണ് NATA 2025 കേട്ടോ. NATA എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ആണ്. നമ്മുടെ ആർക്കിടെക്ചർ നിങ്ങൾക്ക് കോഴ്സസ് അപ്ലൈ ചെയ്യണമെങ്കിൽ, BArch പോലുള്ള കോഴ്സസ് അപ്ലൈ ചെയ്യണമെങ്കിൽ NATA എഴുതണം. NATA അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ് JEE മെയിൻസിൻ്റെ തന്നെ സെക്കൻഡ് പേപ്പർ ആയിട്ടുള്ളത്. അതും
ആർക്കിടെക്ചറിൻ്റെ തന്നെയാണ്. ഇപ്പോൾ നാറ്റ് എഴുതുകയാണെങ്കിൽ അതിനുപയോഗിച്ചിട്ട് നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും ആർക്കിടെക്ചർ ബേസിലുള്ളത്. സിൻസ് നാറ്റ എന്ന് പറയുന്ന ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ്ലി നമുക്ക് എക്സാമുകൾ നടക്കുന്ന മാർച്ച് മുതൽ ജൂൺ വരെ കണ്ടിന്യൂസ്ലി എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 1 വീക്ക് കഴിയുമ്പോൾ അതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഡേറ്റിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്ററിൽ എക്സാം എഴുതാം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും. ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ആഫ്റ്റർ ഈ ഒരു നാറ്റ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ ഉണ്ടാവും. അലോട്ട്മെൻറ്റിൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ BArc പോലുള്ള കോഴ്സസ് എടുക്കണം, ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടാണ് പോകണം എന്നുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞൊരു കോഴ്സ് എടുക്കാവുന്നതാണ്. അതിലൊരു എലിജിബിലിറ്റി ഉള്ളത് ഫിസിക്സ് ആൻഡ് മാത്സ് മസ്റ്റായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. പ്ലസ് കോംപ്ലിമെൻ്ററി ആയിട്ട് കെമിസ്ട്രിയോ ബയോളജിയോ വേണം. ബട്ട് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 2 സബ്ജക്റ്റുകൾ +2 ഫിസിക്സും മാത്സും ആണ്. അപ്പോൾ അതെന്തായാലും നോക്കാം. ഓക്കെ, ആർക്കിടെക്ചർ മേഖലകളിലോട്ട് പോകാനായിട്ട് ഏറ്റവും പറ്റുന്ന ഒരു കോഴ്സാണ്, ഏറ്റവും പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് നാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് ഞാൻ മാത്സ് കമ്പാരിറ്റീവ്ലി മാത്സിനോടോ അല്ലെങ്കിൽ ഡാറ്റ സയൻസിനോടോ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിലോട്ട് പോകണം, അങ്ങനെ ഒരു കോഴ്സ് പഠിക്കണം എന്ന് എന്തായാലും നോക്കാവുന്നതാണ്. ISI എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കട്ടയിലുള്ളതാണ്. അവിടുത്തെ UG പ്രോഗ്രാം, ബാച്ചിലർ പ്രോഗ്രാമുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ മെയിൻലി ഓഫർ ചെയ്യുന്നത് മാത്തമാറ്റിക്സിലെ BSc, സ്റ്റാറ്റിസ്റ്റിക്സിലെ BSc ആൻഡ് കമ്പ്യൂട്ടർ സയൻസിലെ BSc. ഈ പറഞ്ഞ ബാച്ചിലേഴ്സ് കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റ സയൻസ്, ഈ പറഞ്ഞ ഈ ഒരു മേഖലയിലോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് 28-ന് സ്റ്റാർട്ട് ചെയ്താണ്. മാർച്ച് 26 വരെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എൻഡ് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക. ആൻഡ് എക്സാം ഡേറ്റ് വരുന്നത് മെയ് 11-നാണ്. ഓക്കെ, മെയ് 11-ലോട്ട് എന്തായാലും നോക്കാം. അപ്പോൾ ഇതും ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾ എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം, കാരണം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധികം കോഴ്സസ് ഇല്ല, ഈ ഒരു 4 സബ്ജക്റ്റുകൾ മാത്രമാണ് അവിടെ വരുന്നത്. ഇതേപോലെ തന്നെ വരുന്നതാണ് നമുക്ക് മാത്സ് മേഖലകളിലോട്ട് വരുന്ന മാത്തമാറ്റിക്സിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നോക്കാവുന്നതാണ് CMI എൻട്രൻസ് ടെസ്റ്റ്. CMI എന്ന് പറഞ്ഞാൽ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ചെന്നൈയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്സ്. അത് കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള മാത്സിന് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെയും BSc, MSc, ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളിലോട്ട് വരുന്നതാണ്. അവിടെ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ഡാറ്റ സയൻസ് പോലുള്ള മേഖലകളിലോട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും എന്തായാലും നോക്കാം. ഇവിടെയും മാർച്ച് 1 മുതൽ ലാസ്റ്റ് ഡേറ്റ് വരുന്ന 15th എക്സാമിനുള്ള രജിസ്ട്രേഷന്. അതെന്തായാലും നോക്കാം. ആൻഡ് എക്സാം ഡേറ്റ് വരുന്നത് മെയ് 24-നാണ്. അപ്പോൾ ഇത് എല്ലാ കോഴ്സുകളും എല്ലാ എൻട്രൻസ് എക്സാമുകളും ഞങ്ങളോട് ഒന്ന് പറഞ്ഞിട്ടത് എന്തായാലും അപ്ലൈ ചെയ്യാനാണ്. കാരണം നമ്മൾ എക്സാമിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടുപോകരുത്, എന്തായാലും അപ്ലൈ ചെയ്യുക, എക്സാമുകൾ എഴുതുക, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും.